എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 ബൗളാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ 4 ബൗളാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്നാക്സിലേക്ക് ഞാൻ 4 ബ്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡും ഇതുപോലെ വെള്ളത്തിൽ അങ്ങ് മുക്കിയെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അമർത്തിയെടുക്കാം. അപ്പോൾ അതിലാ ബ്രെഡിലെ വെള്ളം മുഴുവനായിട്ടും അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെടുത്തിട്ടുള്ള 4 ബ്രെഡും ഇതുപോലെ സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ അങ്ങ് മുക്കിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി അതിലെ വെള്ളം മുഴുവനായിട്ട് അങ്ങ് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 ബ്രെഡും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 4 ബ്രെഡും ഇതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ 4 ബ്രെഡും 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ 2 മുട്ടയും ഇതുപോലെ നമുക്കങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്സ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ഉള്ളവർ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള 2 മുട്ടയും നമുക്കിതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിലേറെ നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ബ്രെഡിലേക്ക് നമുക്ക് നമ്മുടെ ഈ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ബ്രെഡും മുട്ടയും ഒക്കെ ഇതുപോലെ നല്ലതുപോലെ തന്നെ എല്ലാ മസാലകളും നല്ലതുപോലെ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് വെള്ളത്തിൽ ഇതുപോലെ മുക്കിയെടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടിലേക്ക് ബ്രെഡ് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-2.5 സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഇതുപോലെ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കൂലേ, നമ്മൾ എഗ്ഗ് കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ
കട്ട്ലേറ്റിൻ്റെ ഷേപ്പാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇനി നമ്മളിത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ അങ്ങ് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ മുട്ടയിലോ ഇതിലൊന്നും മുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബ്രെഡ് വെള്ളം മുക്കിയെടുത്തുകൊണ്ട് തന്നെ ഇതൊരു നനവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ അങ്ങ് മുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതങ്ങ് ആക്കിയെടുക്കാം. ഇനി നമുക്കിതുപോലെ ബ്രെഡ് ക്രംസിൽ അങ്ങ് മുക്കിയെടുത്തിട്ട് അങ്ങനെ മുഴുവനും ഉള്ളതും നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇതേ ഷേപ്പ് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് എല്ലാതും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്സും നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. തീയൊരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതൽ എണ്ണ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഓരോന്നോരോന്ന് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഉള്ളൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ട് വരും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കണേ. അത്രയും ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തീ നല്ല സിമ്മിലിട്ട് കൊടുക്കരുത്, മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. നല്ല കൂടുതലും വെക്കണ്ട, പറ്റ കുറച്ചിട്ടും വെക്കണ്ട. അപ്പോൾ അതുപോലെ ഒരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് ഇളക്കി തിരിച്ച് മറിച്ചോട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ളതും എല്ലാതും ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചോട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീ നല്ലോണം കൂട്ടി വെക്കരുത്, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഉള്ളു വേവാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മളൊരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത്രയും സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.